മത്തായി സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം പറയുന്നു, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നിന്റെ പ്രാർത്ഥന എപ്പോഴും രഹസ്യത്തിലായിരിക്കണം. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും രഹസ്യത്തിലായിരിക്കണമെന്നാണ് യേശു കർത്താവ് ആഗ്രഹിക്കുന്നത്. രഹസ്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയണം. ചിലർ മനസ്സ് വല്ലാതെ വേദനിക്കുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് കരയുന്നവരെ കണ്ടിട്ടുണ്ടാകാം. ആരും കേൾക്കരുതെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഒറ്റയ്ക്കിരുന്ന് കണ്ണുനീരൊഴുക്കി സ്വതവേ സംസാരിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നത്, ഇന്ന് രാത്രി ഈ സമയം വചനം നമ്മളോട് പറയുക, നിങ്ങളുടെ പ്രാർത്ഥന രഹസ്യത്തിലായിരിക്കണം. നിങ്ങൾ രഹസ്യമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആ രഹസ്യ പ്രാർത്ഥനയിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അറിയാതെ കണ്ണുനീര് വരും, നമ്മൾ നിലവിളിക്കും. കാരണം എന്താ? നമ്മുടെ പിതാവിനോടാണ് നമ്മുടെ മനസ്സിലെ വേദനകൾ പറയുന്നത്. ഈ സമയം വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, നിങ്ങളുടെ ഉള്ളിലെ വേദനകളെ കേൾക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ നിലവിളിയെ കാണുന്നൊരു ദൈവമുണ്ട്. ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ലേലും ദൈവം നിങ്ങളെ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ആകയാൽ എല്ലാ ദിവസവും 10-15 മിനിറ്റ് ഒറ്റയ്ക്ക് മാറിയിരുന്നത് പ്രാർത്ഥിച്ചേ ദൈവം നിങ്ങളോട് സംസാരിക്കും. ആശ്വാസമില്ലാത്ത സകല വിഷയങ്ങൾക്കും ആശ്വാസവും വിടുതലും നിങ്ങൾ കാണും. നിങ്ങളുടെ പ്രാർത്ഥന രഹസ്യത്തിലായിരിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ഗോഡ് ബ്ലെസ് യു.